അടുത്തത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ഉള്ള ഒരു ഗ്രന്ഥിയാണ്. യൂറിനറി ബ്ലാഡർ ഉണ്ടല്ലോ, മൂത്രം ശേഖരിക്കുന്ന ബ്ലാഡർ, അത് കഴിഞ്ഞ് അത് പുറത്തേക്ക് വരുന്ന യൂറീത്ര എന്ന് പറഞ്ഞാൽ ആ യൂറീത്രയ്ക്ക് ചുറ്റും നിൽക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ചിത്രം ഉണ്ട്, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഗ്രന്ഥിയിൽ എന്തെങ്കിലും ക്യാൻസറോ വന്നോ അല്ലാതെ ഈ ഗ്രന്ഥി വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഈ മൂത്രം പോകുന്ന പാത്വേ യൂറീത്രയിൽ കംപ്രസ് ചെയ്യാം, അതായത് അതിനെ അമർത്താം. അപ്പോൾ മൂത്രതടസ്സം ഉണ്ടാവും. മൂത്രതടസ്സം ഒരു പ്രധാന ലക്ഷണമാണ്. അതായത് നമ്മൾ രാത്രിയിലൊക്കെ പുരുഷന്മാരൊക്കെ മൂത്രം ഒഴിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മൂത്രം ഒഴിച്ചൊരു ഫീല് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പോകാതെ കുറച്ച് മൂത്രം ബാക്കി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രി എണീറ്റ് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ അല്ലാതെ പ്രോസ്റ്റേറ്റിൻ്റെ സാധാരണ തടിപ്പുകളും ഉണ്ട്, അതിലും ഇതേ ലക്ഷണം ഉണ്ടാവാം. പിന്നെ ബ്ലീഡിങ് ഉണ്ടാവാം, ശരീരം മെലിഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാവാം ക്യാൻസർ നന്നായി പുരോഗമിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നട്ടെല്ലുകളിലേക്ക് പെട്ടെന്ന് പടരാനുള്ള ഒരു സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നടുവേദന അങ്ങനെയുള്ള മൂത്രതടസ്സം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകൾ നടുവേദനയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാണ്. നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധന നടത്തുന്നതാണ്. പ്രോസ്റ്റേറ്റിന് സർജറി ആണ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. സർജറി ഉണ്ട്, റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷ ഹോർമോൺസിനെ സപ്രസ് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കീമോതെറാപ്പി. ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്.